മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ അനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ അനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ അനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ അനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. മഹാനായ ഒരു കലാകാരൻ, ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ച, ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്ത, തിരക്കഥ എഴുതിയ അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു വ്യക്തി. ആ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തിന്റെ വൈഫിനെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടോ? ആരുടെ അടുത്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ചു പോകുന്നതായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? മഹാനായ കലാകാരനാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം. വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അവരും ഒരു വിധവയാണ്. 16 വർഷത്തോളം അവർ വാടക വീട്ടിൽ ജീവിക്കുകയാണ്. കൊച്ചിൻ ഹനീഫയുടെ സ്വത്തുമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ചില തർക്കങ്ങളായിരുന്നു ഒരു പക്ഷെ 16 വർഷം അവർ ആ വാടക വീട്ടിൽ താമസിക്കാൻ ഇടയാക്കിയത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പല ആളുകളെയും ഓർമ്മ വന്നേക്കാം. അപ്പോഴാണ് നിങ്ങൾ ഇവരുടെ ക്വാളിറ്റിയെ കുറിച്ച് ചിന്തിക്കുക. കാണാം. വെണ്ണൽ അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വിഷമം മനസ്സിലേക്ക് കയറി വരുന്നു എന്നുള്ളതാണ്. ഞാനൊരു വിധവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഞാൻ എവിടെയും കണ്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവോ അല്ലെങ്കിൽ ഒരു റീലോ പോലും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അവരവരുടെ ആ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇതൊക്കെ തന്നെയാണ്. ആ മനുഷ്യന്റെ പേരും ഒരിക്കലും അവർ കളങ്കപ്പെടുത്തിയിട്ടില്ല. 2 മക്കളാണ്, ഇരട്ട കുട്ടികളാണ്. കൊച്ചിൻ ഹനീഫ സാറ് മരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് 4 വയസ്സാണ്. നിങ്ങൾ ഓർക്കണം, ഒരു മാതൃകാപരമായിട്ട് ലൈഫ് അവർ മുന്നോട്ട് നയിക്കുന്നു. അവസാനം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം പോലെ ഒരു കൂരയുണ്ടാക്കുന്നു. ബാക്കി ഒരു രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ്കായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ്ക ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ അനീഫ്കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. സങ്കടം തോന്നി, സത്യം പറയട്ടെ, സങ്കടം തോന്നി എന്നുള്ളതാണ്. ഇത്തരം വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവർ ആ മനുഷ്യന്റെ പേര് ഒരിക്കലും കളങ്കപ്പെടുത്താതെ ആ മനുഷ്യനോടുള്ള സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് ആ സ്നേഹം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയി. കുറെ ആളുകൾ ഇതൊക്കെ കാണണം. എങ്ങനെ ആ സ്നേഹം നിലനിർത്താം എന്നും ആ ഒരു പേര് ഒരിക്കലും കളങ്കപ്പെടുത്താതിരിക്കാൻ കഴിയുമെന്നുള്ളത് ഇങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതാണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കൊച്ചിൻ ഹനീഫ എന്ന് പറയുന്ന മനുഷ്യന്റെ കുടുംബത്തെ ചേർത്ത് വെച്ചത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ദിലീപ് അങ്ങനെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ദിലീപിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ കൊച്ചിൻ ഹനീഫയുടെ ഫാമിലിയെ ചേർത്ത് വെക്കുന്നു, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൊച്ചിൻ ഹനീഫ സാറിന്റെ ഫാമിലിയിലുള്ള ഒരു വ്യക്തി പറയുന്നുണ്ട്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ ഫിറോസ് മാളിയേക്കൽ. ദിലീപിനെ അറിയായിരുന്നു,
ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇത് 1-2 മാസമല്ല, 16 വർഷമാണ്. ഓഹ്, എൻ്റെ പൊന്നു മക്കളെ, ഇതൊക്കെയാണ് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞ. ദിലീപ് എവിടെയും വന്നിട്ട് ഇത് പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ ചേർത്ത് വെച്ച കഥ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് ദിലീപ് എവിടെയും പറയാറില്ല എന്നുള്ളതാണ്. പക്ഷെ ചില മനുഷ്യന്മാരങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് വിളിച്ച് വിളിച്ച് കൂവിക്കൊണ്ടേയിരിക്കും. പല സോഷ്യൽ മീഡിയയിലും അത്തരം വൈറ്റുകൾ കൊടുത്തിട്ട് ആ സഹായം എന്തിനാണ് ചെയ്തതെന്ന് പോലും അവർ മറന്നു പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ പല രീതിയിലും കാണുന്നുണ്ട് അല്ലേ. പല ചാരിറ്റി ചെയ്യുന്ന ആളുകൾ അത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തിയെ നിങ്ങൾ കണ്ടില്ലേ? ആ വ്യക്തി കൃത്യമായിട്ട് മനുഷ്യന്മാരെ ചേർത്ത് വെച്ചു. ആ മനുഷ്യന്മാരെ ചേർത്ത് വെക്കുമ്പോൾ ഒരു മനുഷ്യനോടും അത് തുറന്നും പറഞ്ഞില്ല. ഇപ്പൊ ഇവർ തന്നെ ഇത് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ആ സ്നേഹം ജനങ്ങൾ അറിയണമെന്ന് കരുതിക്കൊണ്ടാണ്. നമ്മളെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉള്ളിൽ തട്ടി ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിരന്തരം അതിനെ ക്രൂശിക്കുന്നത് നല്ല കാര്യമല്ല. ഇവിടെ ഇവരൊരു വിധവ കാർഡ് എവിടെയും ഇറക്കുന്നത് ഞാൻ കണ്ടില്ല. അവർ സ്വന്തം ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ആരോടൊരു പരിഭവവും ഇല്ലാതെ, ആരോടും ഒരു പ്രശ്നത്തിനും പോവാതെ മാന്യം മര്യാദക്ക് ജീവിക്കുന്നു. 16 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം ഭർത്താവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതേ തുക തന്നെയാണ്, അല്ലെങ്കിൽ അതേ സ്വത്ത് തന്നെയാണ് അവരുടെ വീടിന് വേണ്ടി അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അധ്വാനിച്ചാൽ നമുക്കങ്ങനെ പലതും ഉണ്ടാക്കാൻ കഴിയും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.